അതിപരിശുദ്ധ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും മഹിനിയും എന്ന കൂട്ടായ്മയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും സ്വാഗതം. വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ചില ദിവസങ്ങളായിട്ട് പരിശുദ്ധാത്മാവ് വളരെയേറെ എന്നെ സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൈവശബ്ദമാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാനിന്ന് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കാലഘട്ടത്തിൽ വാസ്തവമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം തന്നെയാണിത്. മറ്റൊന്നുമല്ല, നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ നിങ്ങളുടെ മേലുള്ള വിളിയുടെ ആഴം എന്തെന്ന് നാം തിരിച്ചറിയുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ വ്യക്തമായി എന്നെ കാണിച്ച ഒരു ദർശനം ഞാൻ പറയാം. അതായത് ഇന്ന് നാം ആയിരിക്കുന്ന സമൂഹത്തിൽ, അതായത് വിശ്വാസികളുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് ദർശിക്കുന്ന ഒരു കാര്യമാണ്. ഈ ജനം ഹല്ലേലൂയ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ ഹൃദയം കൊണ്ട് അകന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വ്യക്തമായ ദൈവശബ്ദം ഞാൻ ഹൃദയത്തിൽ കേൾക്കുമ്പോൾ ഞാൻ വളരെയേറെ അത് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നാം അധരം കൊണ്ട് മാത്രം ദൈവത്തെ ബഹുമാനിക്കാതെ ഹൃദയം കൊണ്ടും ദൈവത്തെ ബഹുമാനിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് പലപ്പോഴും കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ആത്മാവിനോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? പലപ്പോഴും നമ്മളുടെ മേലുള്ള വിളിയുടെ ആഴം തിരിച്ചറിയാത്തതാണ്. നമ്മളെല്ലാവരും സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. നമ്മളുടെ വിളിയുടെ പ്രത്യേകത എന്താണ്? ഈ ഭൂമിയിലുള്ള ആരുമല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. സ്വർഗീയ ഗവൺമെന്റ്, സ്വർഗീയ വിളിയാണ് നമ്മുടെ മേലെ. പരമോന്നത പീഠത്തിൽ നിന്നുള്ള അത്യുന്നതനായ ദൈവത്തിന്റെ വിളിയുടെ ഓഹരിക്കാരാണ് നാം ഓരോരുത്തരും. അങ്ങനെ ആ ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പ്രത്യേകമായ ഒരു പർപ്പസിന് വേണ്ടിയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആ വിളിയുടെ ആഴം തിരിച്ചറിയാത്ത ആരൊക്കെയോ ഇന്ന് പകൽക്കാലം ഈ സമൂഹത്തിലായിരിക്കുന്നുണ്ട്. അവരോടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് ഇടപെടുവാൻ പോകുന്നത്. വളരെ ശക്തമായിട്ടും വ്യക്തമായിട്ടും ആത്മാവ് നിങ്ങളോട് ഇന്ന് പകൽക്കാലം സംസാരിക്കും. തീർച്ചയായും പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ടുള്ള സമയമായിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ ഈ സ്വർഗീയ വിളിയാൽ ദൈവം നമ്മളെ വിളിച്ചു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ഈ വിളിയുടെ ആഴം നാം തിരിച്ചറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, വിളിയാലുള്ള ആനതെന്ന് തിരിച്ചറിയേണ്ടതിന് എന്താണ് നാം ചെയ്യുന്നത്? നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. പലപ്പോഴും നമ്മളുടെ പുറമേ ഉള്ള നമ്മുടെ ശരീരത്തിന്റെ അല്ല ജഡത്തിന്റെ കണ്ണുകൊണ്ട് നാം കാണുമ്പോഴും ഒരിക്കലും ദൈവത്തിന്റെ വിളിയുടെ ആഴം നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുകയില്ല. ദൈവിക പദ്ധതിയുടെ ആഴങ്ങളെ നാം തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. 1 കൊരിന്ത്യർ 2:9 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹിക്കുന്ന നമുക്ക് വേണ്ടി ചിലതൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നാം കാണണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. കാരണം ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുന്ന ഒരു വ്യക്തിക്ക് വചനത്തിൽ എഴുതിയിരിക്കുന്ന ദൈവം തന്നെ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. ദൈവിക വിളിയുടെ ആഴം നാം തിരിച്ചറിയണമെങ്കിൽ നമ്മളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ജഡത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയാത്തത്, നമ്മളുടെ ജഡത്തിന്റെ കാതുകൾ കൊണ്ട് കേൾക്കാൻ കഴിയാത്തത്, നമ്മളുടെ ശരീരത്തിലെ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുവാൻ കഴിയാത്തതിനെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനെ നാം തിരിച്ചറിയണമെങ്കിൽ, അതിന്റെ ആഴങ്ങളിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ നമ്മളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയാണ് പ്രകാശിക്കേണ്ടത്. ഹല്ലേലൂയ. ഒന്നാമതായി നാം പഠിച്ചു നമ്മളുടെ മേലുള്ള വിളിയുടെ പ്രത്യേകത എന്താണെന്ന് നാം പഠിച്ചു. രണ്ടാമത് നാം പഠിച്ചത് എന്താണ്? നമ്മളുടെ വിളിയെ നാം തിരിച്ചറിയണമെങ്കിൽ, അതിൻ്റെ ആഴത്തെ തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം. മൂന്നാമതായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ പ്രബോധിപ്പിച്ച ഒരു കാര്യമാണ്, നമ്മളുടെ ഈ വിളിയുടെ ആഴത്തെ തിരിച്ചറിയാതെ വണ്ണം നമ്മളെ തടസ്സം ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്താണെന്ന് നമ്മൾക്ക് വചനപ്രകാരം ഒന്ന് ചിന്തിച്ചു നോക്കാം. ഫിലിപ്പിയർ 3:14 പറയുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. പലപ്പോഴും ഈ ദൈവത്തിന്റെ വിളിയുടെ ആഴം തിരിച്ചറിയാത്ത എന്തുകൊണ്ടാണെന്നോ? പിമ്പിലുള്ളത് ചിലതിനെ മറക്കാൻ കഴിയാത്തതാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വ്യക്തമായി പറയുന്നു, ഹല്ലേലൂയ, പിമ്പിലുള്ള കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളുടെ ശുശ്രൂഷ ജീവിതത്തിലോ കുടുംബ ജീവിതത്തിലോ അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന സമൂഹത്തിൽ നിന്ന് നമ്മളുടെ ജീവിതത്തിൽ കടന്നു വന്ന ചില കൈപ്പേറിയ അനുഭവങ്ങൾ മൂലം മുമ്പിലേക്കുള്ള ഓട്ടത്തിന്റെ സ്പീഡ് കുറഞ്ഞ ഏതൊക്കെയോ വ്യക്തി
പരിശുദ്ധാത്മാവ് തൊട്ടുണർത്തുകയാണ്. അവരോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്നത്, നിങ്ങൾ പിമ്പിലുള്ളതിനെ മറക്കണം. നമ്മുടെ സ്പീഡ് കുറയ്ക്കുന്ന, അതായത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതിലേക്ക്, ആ വിളിയുടെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ സ്പീഡിനെ കുറയ്ക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും അത് പിമ്പിലേക്ക് മറന്നു കളയുവാനാണ് പരിശുദ്ധാത്മാവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നത്. ദൈവത്തിന്റെ വചന മുമ്പുള്ളത് നിങ്ങൾ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. ഹല്ലേലൂയ. നമ്മളുടെ സ്പീഡിനെ കുറയ്ക്കുന്ന, പിമ്പിൽ ഉണ്ടായിട്ടുള്ള കൈപ്പേറിയ അനുഭവങ്ങളെ മറക്കുവാൻ ആരെങ്കിലും ഇന്ന് റെഡിയാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പീഡ് വർദ്ധിക്കുവാൻ പോവുകയാണ്. ദൈവത്തിന്റെ ആ പരമവിളിയിലേക്ക്, ആ ലാക്കിലേക്ക് നിങ്ങൾ സ്പീഡിൽ ഓടത്തക്ക വിധത്തിൽ, ആ ലക്ഷ്യസ്ഥാനത്ത് ജയത്തോടെ എത്തിച്ചേരത്തക്ക നിലവാരത്തിൽ നിങ്ങളുടെ സ്പീഡിനെ വർദ്ധിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവിന് പദ്ധതിയുണ്ട്. പിമ്പിലുള്ളതിനെ മറന്നു കളവാന്, നിങ്ങളുടെ സ്പീഡ് കുറഞ്ഞതായ അനുഭവങ്ങളിലേക്ക് നിങ്ങളെ നയിച്ച് ആ കഷ്ട അനുഭവങ്ങളെ പൂർണ്ണമായി തിരസ്കരിച്ചുകൊണ്ട് ആ മുന്നിലേക്ക് ഓടുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ വിളിയുടെ ആഴം തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് 2 തിമോഥെയോസ് 2:22 പറയുന്നു, യൗവന മോഹങ്ങളെ വിട്ടോടണം. ഹല്ലേലൂയ. ഇന്ന് പലരും തങ്ങളുടെ വിളിയുടെ ആഴം തിരിച്ചറിയാതെ പോകുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് യൗവന മോഹങ്ങളിൽ വീണു പോകുന്നത്. നാം ആയിരിക്കുന്ന ഈ ലോകത്തിൽ ശത്രു ഒരുക്കി വെച്ചിരിക്കുന്ന കെണികളിൽ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തിന് വേണ്ടി വീഴുമ്പോൾ നമ്മളിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ദൈവത്തിന്റെ വിളിയുടെ ആഴമാണ്. ദൈവം നമ്മളെ ഏത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ വിളിച്ചിരിക്കുന്നത് ആ ഉദ്ദേശത്തിലേക്ക് നടത്താതെ വണ്ണം ശത്രു അനേക കെണികൾ നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് യൗവന മോഹങ്ങൾ. ഗലാത്യർ 5-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അവിടെ നമ്മുടെ ജഡത്തിന്റെ മോഹങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജഡത്തിന്റെ മോഹങ്ങളുള്ള ഒരു വ്യക്തിക്ക് ദൈവിക പദ്ധതികളിലേക്കോ ദൈവത്തിനെ പ്രസാദിപ്പിക്കുവാനോ ഒരു നാളും കഴിയത്തില്ല. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, കോപം, ക്രോധം, ജാരശങ്ക, പക, പിണക്കം, ഇങ്ങനെയുള്ള ദുഷിച്ച സ്വഭാവങ്ങൾ അല്ലെ ജഡത്തിന്റെ ഇച്ഛകൾ അനുസരിച്ച് നമ്മൾ ചലിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ദൈവിക പദ്ധതികളെ നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ലെന്ന് മാത്രമല്ല, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ കഴിയാതെ നമ്മളെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് യൗവന മോഹങ്ങൾ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആരോടൊക്കെ ഇടപെടുന്നു, യൗവന മോഹങ്ങളെ വിട്ട് ഓടുക. കഴിഞ്ഞ നാളുകളിൽ വളരെ സ്പീഡിൽ ദൈവിക ദർശനത്തോടെ ആരൊക്കെയോ പാതി വഴിക്ക് വെച്ച് ദർശനത്തെ തെറ്റിച്ച് അവരുടെ ദൈവിക പദ്ധതികളിൽ നിന്ന്, ആ വഴിയിൽ നിന്ന് അവരെ വ്യതിചലിപ്പിച്ച് ശത്രു ഒരുക്കിയ കെണികളിൽ വീണ് തകർന്നു പോയ ആരൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് പണിഞ്ഞ് പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. യോശുവേ മോശയ്ക്ക് ശേഷം യഹോവയായ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എൻ്റെ വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. കാരണം ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടി യോശുവയെ വിളിക്കുമ്പോൾ ആ ദൈവിക പദ്ധതിയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയുകയില്ലെന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് അവിടെ യോശുവയോട് പറയുന്നത്, എൻ്റെ വചനം വിട്ട് നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ആരെയൊക്കെ ബുദ്ധി ഉപദേശിക്കുന്നു, ഏതൊക്കെ കൺഫ്യൂഷൻ മൈൻഡായിട്ട് ദൈവിക പദ്ധതികൾക്ക് വേണ്ടി താൽക്കാലിക ഭോഗങ്ങളിലേക്ക് മനസ്സ് മാറ്റി ചിന്തിക്കുന്ന ആരൊക്കെയോ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ദൈവത്തിന്റെ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുതെന്ന് വ്യക്തമായിട്ടും ശക്തമായിട്ടും പരിശുദ്ധ ആത്മാവ് നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. അത് നിങ്ങളെ നഷ്ടത്തിലേക്കും നിരാശയിലേക്കും തകർത്ത് കളയുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന അത് വിട്ടോടുക. യൗവന മോഹങ്ങളെ വിട്ടോടിയിട്ട് നിങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ വിളിയുടെ ആഴത്തിലേക്ക് ഇറങ്ങുവാന്, ആ വിളിയുടെ ആശ എന്തെന്ന് തിരിച്ചറിയുവാന്, നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കുവാന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇന്ന് പകൽക്കാലം സംസാരിക്കുകയാണ്. നമ്മൾ ബൈബിളിൽ വായിക്കുമ്പോൾ യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒന്നാമനായ പത്രോസിനെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. പത്രോസ് ഗന്നസരത്ത് തടാകത്തിൽ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് ഒരു ചെറുമീനെ പോലും കിട്ടാതെ വളരെ നിരാശയോടെ വല കുടഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ്
കർത്താവായ യേശു ക്രിസ്തു അവനെ വിളിച്ചത്. ഹല്ലേലൂയ. ആഴത്തിലേക്ക് ഇറങ്ങി മീൻ വലയിറക്കാൻ പറഞ്ഞ പത്രോസിന് വല നിറയെ മീൻ കിട്ടി. എന്നാൽ അതിനുശേഷം ഹല്ലേലൂയ കർത്താവ് അവനോട് പറയുകയാണ്, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. അതായിരുന്നു അവന്റെ വിളിയുടെ ആഴം. ഹല്ലേലൂയ. എന്നാൽ ആ സമയങ്ങളിൽ പത്രോസ് അതിനെ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ പെന്തക്കോസ്ത് നാളില് 120 പേര് ഒന്നിച്ചു കൂടിയിരുന്നിടത്ത് പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ഇറങ്ങിയപ്പോൾ ഹല്ലേലൂയ അവന്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് ആ വിളിയുടെ ആഴം തിരിച്ചറിഞ്ഞ പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് സ്നാനപ്പെടത്തക്ക നിലവാരത്തിന് ആ വിളിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നത് ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസിനെ നാം എടുത്തു പഠിക്കുകയാണെങ്കിൽ പുരോഹിതന്മാരിൽ നിന്ന് അധികാരപത്രം വാങ്ങിച്ചുകൊണ്ട് വരികയാണ്. ഹല്ലേലൂയ. ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീകളെയും പുരുഷന്മാരെയും വീടുകൾ തോറും ചെന്ന് ആക്രമിക്കുകയും അങ്ങനെയുള്ളവരെ മുടിക്കുകയും സഭയെ മുടിക്കാനും ഉപദ്രവിക്കുവാനും അധികാരപത്രം വാങ്ങിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് കയറി ഗർവോടെ ഹല്ലേലൂയ ദമസ്കോസിലൂടെ കടന്നു വരുന്ന ഹല്ലേലൂയ ശൗലിനെ ഹല്ലേലൂയ കർത്താവായ യേശു വിളിച്ചു, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? അതായിരുന്നു ഹല്ലേലൂയ ശൗലിനെ വിളിച്ച കർത്താവിന്റെ വിളി. എന്നാൽ ഹല്ലേലൂയ കർത്താവിന്റെ വിളി കേട്ട ശൗല് കുതിരപ്പുറത്തുനിന്ന് നിലത്ത് വീഴുന്നതോടൊപ്പം അവന്റെ ജഡത്തിന്റെ ഹല്ലേലൂയ കണ്ണുകളുടെ കാഴ്ച അവിടെ നഷ്ടപ്പെട്ട്. എന്നാൽ ആന്തരികമായ ഒരു ഹല്ലേലൂയ അത്ഭുതം അവിടെ സംഭവിക്കുകയാണ്. ജഡത്തിന്റെ ഹല്ലേലൂയ ദൃഷ്ടി ഹല്ലേലൂയ മറയ്ക്കപ്പെട്ടപ്പോൾ അവന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുവാനായി ഇടയായി തീർന്നു. അതുകൊണ്ടാണ് പിന്നത്തേതിൽ ഹല്ലേലൂയ ശൗല് പൗലോസായി മാറിയിട്ട് പറയുകയാണ്, എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെയും ഞാൻ ഛേദമെന്നെണ്ണുന്നു. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർക്ക് വേർതിരിക്കുവാൻ കഴിയും? ഹല്ലേലൂയ. മരണത്തിനോ ജീവനോ ഹല്ലേലൂയ ഇരുളിനോ അന്ധകാരത്തിനോ ഒന്നിനും തന്നെ, ഈ ലോകത്തിലുള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നിനും ക്രിസ്തു യേശുവിൽ നിന്നുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കുവാൻ കഴിയാത്ത നിലകളിൽ ആ വിളിയുടെ ആഴങ്ങളിലേക്ക് പൗലോസ് ഇറങ്ങുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എബ്രായർ 12:1 പറയുന്നു, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ദൈവത്തിന്റെ ഹല്ലേലൂയ പദ്ധതി, ദൈവിക വിളിയുടെ ആഴങ്ങളിലേക്ക് നാം ഇറങ്ങണമെങ്കിൽ നമ്മൾ മുറുകെ പറ്റുന്ന പാപം, നമ്മളുടെ ഭാരങ്ങൾ നാം ഇറക്കി വെച്ചിട്ട് വേണം ഓടാൻ. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നാം മുറുകെ പിടിച്ചുകൊണ്ടിരുന്നാൽ പാപ സ്വഭാവവും അതുപോലെ തന്നെ നമ്മളുടെ ഭാരങ്ങളും മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ വിളിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ പ്രയാസമാണ്. കാരണം നമുക്കറിയാം, സ്പോർട്സ് ഒക്കെ നമ്മൾ കാണുമ്പോൾ അറിയാം, അവർ വളരെ ഹല്ലേലൂയ കൂളായിട്ടാണ് നിൽക്കുന്നത്, ഒരു ഭാരവും ഇല്ലാതെയാണ് നിൽക്കുന്നത്. എങ്കിൽ മാത്രമേ അവർക്ക് വളരെ വ്യക്തമായിട്ടും വളരെ ഫാസ്റ്റായിട്ടും അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഓടിയെത്തുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് അവർ ഒരു കാര്യങ്ങളും അവരുടെ കയ്യിലില്ലാതെയാണ് അവർ നിൽക്കുന്നത്. അതുപോലെയാണ് നമ്മളും. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ ആഴത്തിലേക്ക്, ആ ലക്ഷ്യസ്ഥാനത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതിലേക്ക്, ദൈവിക പദ്ധതിയിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ മുറുകെ പറ്റുന്ന പാപങ്ങൾ ഭാരങ്ങളെ എല്ലാം വിട്ടിട്ട് വേണം നാം ഓടേണ്ടത്. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ദൈവം നമ്മളുടെ മേൽ വിളിച്ചിരിക്കുന്ന വിളി സ്വർഗീയ വിളിയാണ്. ആ വിളിയുടെ ആഴം നാം തിരിച്ചറിയണം. നമ്മെ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് ഓരോ ഉദ്ദേശത്തിനാണ്, ദൈവിക പദ്ധതികൾക്ക് വേണ്ടിയാണ്. ആ ആഴങ്ങളെ നാം തിരിച്ചറിയുന്നില്ല എങ്കിൽ ഒരിക്കലും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമുക്ക് കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരെയൊക്കെ തൊടുകയാണ്. ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്ന് വ്യതിചലിച്ചു പോയവര്, സാഹചര്യങ്ങളെ പഴി പറഞ്ഞ്, കുടുംബത്തെ പഴി പറഞ്ഞ്, ഹല്ലേലൂയ ജീവിതത്തിൽ കടന്നു വന്ന പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെട്ട് ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കുന്ന ചിലരെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ബുദ്ധി ഉപദേശിക്കുകയാണ്. മടങ്ങി വരിക, ദൈവിക പദ്ധതികളിലേക്ക്, നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന വിളിയുടെ ആഴത്തിലേക്ക് മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആരെയൊക്കെയോ ബുദ്ധി ഉപദേശിക്കുകയാണ്. വിളിയുടെ ആഴം നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ദൈവം വലിയ വലിയ പദ്ധതികൾ നിങ്ങളിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ ഇന്നിന്റെ ഹല്ലേലൂയ സാഹചര്യങ്ങളെ നോക്കിയിട്ട് ഹല്ലേലൂയ മുന്നിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നതിനെ മറന്നു കളയരുത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. പിമ്പിലുള്ളതെ മറന്നുകൊണ്ട് മുമ്പിലേക്ക് ഹല്ലേലൂയ
ലാക്കിലേക്ക് വിരുദ് പ്രാപിക്കുവാൻ തക്കവണ്ണം ഓടുവാൻ ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു. ഹാലേലുയ. ആരുടെയൊക്കെ കരം പിടിച്ച് പരിശുദ്ധാത്മാവ് ഓട്ടത്തിനായി ഒരുക്കുന്നു. ഹാലേലുയ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്നവർ ഹാലേലുയ ചിലർ മാത്രമാണ്. ഹാലേലുയ. എന്നാൽ ഈ ദിവസങ്ങളിൽ ഹാലേലുയ ഓടുവാൻ തക്കവണ്ണം നിങ്ങളുടെ സ്പീഡ് വർദ്ധിക്കുന്നു. ഹാലേലുയ. പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെ സ്പീഡ് വർദ്ധിക്കുന്നു. ഹാലേലുയ. ആ ലാക്കിലേക്ക് ആ വിരുദ് പ്രാപിപ്പാൻ തക്കവണ്ണം ആരുടെയൊക്കെ കരം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പിടിക്കുകയാണ്. നിങ്ങളുടെ വിളിയുടെ ആഴങ്ങളിലേക്ക് ആത്മാവ് നിങ്ങളെ കൊണ്ടുപോകുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള വലിയ വലിയ പദ്ധതികളിലേക്ക് ഹാലേലുയ പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ ഹാലേലുയ പിടിച്ചു നടത്തുന്ന മടിച്ചു നിൽക്കുന്ന ചിലര് ഹാലേലുയ ദൈവത്തിന്റെ വിളി ഉണ്ടെന്നറിഞ്ഞിട്ട് അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ മടിച്ചു നിൽക്കുന്ന ചില പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തുന്നു. ദൈവത്തിന്റെ ദൂതന്മാർ തോളത്ത് തട്ടി ഹാലേലുയ എഴുന്നേൽപ്പിച്ചിട്ട് ഒന്നാം വാതിലും രണ്ടാം വാതിലും തുറന്ന് ഹാലേലുയ അവര് മുന്നോട്ട് പോകുമ്പോൾ പട്ടണത്തിന്റെ വാതിൽ സ്വതവേ തുറന്നുവെന്ന് പരിശുദ്ധാത്മാവ് ഹാലേലുയ പറയുന്നു. അപ്രകാരം ചില പട്ടണത്തിന്റെ വാതിലുകളിലേക്ക് ഹാലേലുയ ആരെയൊക്കെയോ ദൈവിക വിളിയുടെ ആഴത്തിനായിട്ട് ഹാലേലുയ പരിശുദ്ധാത്മാവ് നയിക്കുകയാണ്. ആദരം കൊണ്ട് മാത്രമല്ല ഹൃദയം കൊണ്ട് ബഹുമാനിക്കുന്ന ഒരു തലമുറയെ ദൈവം ഒരുക്കുന്നു. എല്ലാ കപട ഭക്തികളും മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തില്. വെള്ള തേച്ച ശവക്കല്ലറകളെ പോലെ അകത്ത് ഹാലേലുയ ജഡിക പ്രവൃത്തികളെ വെച്ചിട്ട് പുറമെ ഹാലേലുയ ഭക്തിയുടെ കാപട്യ വേഷം ഹാലില് ധരിച്ച് ശക്തിയെ ത്യജിക്കുന്ന ചിലര് പരിശുദ്ധാത്മാവിന്ന് പണിയുകയാണ്. ശക്തിയെ ത്യജിച്ചിട്ട് കപട ഭക്തിയുടെ വേഷം ധരിച്ച ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് തൊടുകയാണ്. ഹൃദയത്തിന്റെ ആഴങ്ങളില് മുറിവേറ്റ ഹാലേലുയ മനസ്സ് മടുത്ത് ഹാലേലുയ ദൈവിക പദ്ധതികളിൽ നിന്ന് മാറി നിൽക്കുന്ന ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് വലിച്ചെടുക്കുകയാണ്. ഓ തീക്കൊള്ളി പോലെ വലിച്ചെടുക്കുന്നു. ഹാലേലൂയ. ദൈവത്തിന്റെ ഹാലേലൂയ പദ്ധതികളെ തിരിച്ചറിയത്തക്ക നിലവാരത്തിൽ ആരുടെയൊക്കെയോ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ പരിശുദ്ധാത്മാവിന്ന് പകൽക്കാലം പ്രകാശിപ്പിക്കുകയാണ്. പ്രശ്നങ്ങളുടെ മധ്യേ നിൽക്കുന്ന ഹാലേലുയ എലീഷ ഹാലേലുയ ഹാലേലുയ കാണുന്നത് സ്വർഗീയ രഥങ്ങളും അഗ്നിമയ രഥങ്ങളും കുതിരകളെയുമാണ്. എന്നാൽ ഹാലിൽ ജഡത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുന്ന ഗേഹസി കാണുന്നത് ഹാലിൽ അരാമ്യ പട്ടാളത്തെയാണ്. ഓറി ഖല ബഷാന്തര. ഇന്ന് പകൽക്കാല സാഹചര്യങ്ങളെ പഴി പറഞ്ഞുകൊണ്ട് ദൈവം ഒരുക്കിയ പദ്ധതികളിൽ നിന്ന് മാറി നിൽക്കുന്ന ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് തൊട്ടുണർത്തുകയാണ്. ആത്മാവിന്റെ ബലം ഹാലിൽ ധരിച്ചുകൊള്ളുക. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ ഇന്ന് ഹാലിൽ പകൽക്കാലം ശക്തിപ്പെടുത്തുകയാണ്. ശക്തിപ്പെടുത്തുകയാണ്. ബലഹീനരായ ചിലരെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തുന്നു. ഹാലേലൂയ. മുന്നോട്ട് പോകുവാൻ ഒരു വഴിയുമില്ല എന്ന് പറഞ്ഞ് ചെങ്കടലിന് മുന്നിൽ നിൽക്കുന്ന ഹാലേലൂയ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ചെങ്കടൽ രണ്ടായി പിളർന്നതുപോലെ വഴി മറന്നതുപോലെ നിൽക്കുന്ന ഹാലിൽ ആർക്കൊക്കെയോ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ കരം ആർക്കൊക്കെയോ വേണ്ടി മീറ്റിംഗിൽ ചലിച്ചുകൊണ്ടില്ലെന്ന് പറഞ്ഞ മേഖലയിലെ ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദൂതന്മാരെ അയക്കുന്ന ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചുകൊണ്ട് താമ്ര കഥകളെ തകർത്തുകൊണ്ട് ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങൾക്ക് മുമ്പായി നടക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന അസാധ്യമായ മേഖലകളിൽ ദൈവം വഴികളെ വെട്ടി തുറക്കുന്ന ഹാലേലൂയ. നിങ്ങളുടെ വിളിയുടെ ഹാലിലെ ആഴം വലുതാകട്ടോ. ഹാലേലൂയ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, നിന്റെ വിളിക്കൊത്തവണ്ണം ഒരു അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഹാലേലൂയ. ആ ചില മുഖങ്ങളെ തകർത്തുകൊണ്ട് ദിവസങ്ങൾ ചിലർ മുന്നേറുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഹാലിലെ അഭിഷേകത്തിന്റെ പുഷ്ടി അത് ഉച്ചന്തല മുതൽ ഉള്ളംകാൽ വരെ ആരുടെയൊക്കെയോ ജീവിതത്തിൽ അത് വ്യാപരിക്കുന്നു. ഹാലേലൂയ. പ്രാർത്ഥനകളിലോ കൂട്ടായ്മകളിൽ ആ ശക്തി ഹാലിലെ പ്രാപിക്കുന്നവര് ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിർജീവമായി പോകുന്ന പോലുള്ള അവസ്ഥകൾ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. എന്നാൽ ആത്മാവിന്റെ ബലം നിന്റെ മേൽ എപ്പോഴും ചലിക്കുന്ന എപ്പോഴും
എപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ ചലിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ നയിക്കുന്നു. റിഖാറബ ശാന്താറബ റിഖമനഗഡഗ സ്യാന്താലബ ബബബബ ഓ റിഖലബ. ആത്മബലം ആരുടെയൊക്കെ മേൽ പതിയുകയാണ്. ആത്മാവിന്റെ അത്യന്ത ശക്തി ആരുടെ മേലൊക്കെയോ പതിക്കുന്നു. ഹാലേലൂയ. വിളിയുടെ ആഴങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ നടത്തുന്നു. ഹാലിൽ പത്രോസിനെ പോലെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി ചിലരെ ദൈവം മാറ്റുന്നു. ഹാലേലൂയ. സകലവും ലാഭമെന്ന് കരുതിയിരുന്നതിനെല്ലാം ഛേദം പോലെ പൗലോസിനെ പോലെ ശൗലിനെ പൗലോസാക്കിയതുപോലുള്ള ഒരു അഭിഷേകം ഇതിനകത്ത് ചലിക്കുന്നു കേട്ടോ. ആരൊക്കെയോ മനം തിരിയുകയാണ്. ആരൊക്കെയോ പിന്മാറ്റക്കാർ മടങ്ങി വരുന്നു. ഹാലേലൂയ. ഒരിക്കലും ഹാലേലൂയ പരിജ്ഞാനം ലഭിച്ചിട്ട് മാറിപ്പോയ ആരെയൊക്കെയോ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് തൊടുന്നു. റിഖറബ ശാന്തല ഭൗഡക ഓ ദൈവിക പദ്ധതികളിലേക്ക്, ദൈവിക ഹാലേലൂയ വഴികളിലേക്ക്, ദൈവത്തിന്റെ വിളിയിലേക്ക് ആരൊക്കെയോ പരിശുദ്ധാത്മാവ് മടക്കി വരുത്തുന്നു. റിഖറബ ശാന്തൈര ബല 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 ബശഖറബ ബബ ബബ. വിളിയുടെ ആഴം, വിളിയുടെ ആഴം. ഹാലേലൂയ. വിളിയുടെ ആഴം തിരിച്ചറിയുക. പരിശുദ്ധാത്മാവ് ശക്തമായി വ്യക്തമായി പറയുന്നു, നിന്റെ മേലുള്ള വിളിയുടെ ആഴത്തെ തിരിച്ചറിയുക. അതിനൊത്തവണ്ണം നിന്റെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ പുഷ്ടിയെ തിരിച്ചറിയുക. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ദൈവം ആരെയൊക്കെയോ ഹാലിലെ അഭിഷേകം ചെയ്യുന്നു. ഹാലിലെ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുന്ന ഒരു അഭിഷേകം, മതിലുകളെ ചാടിക്കിടക്കുന്ന ഒരു അഭിഷേകം, ങ്ങളുടെ മധ്യ പറന്നുയരുന്ന ഒരു അഭിഷേകം. സെരുബാബേലിന് മുന്നിലുള്ള മഹാപർവ്വതമേ നീ സമഭൂമിയായി തീരും. ആരൊക്കെയോ ഹാലേലൂയ ഹാലിലെ കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവാൻ ആരെയൊക്കെയോ ദൈവ അഭിഷേകം ചെയ്യുന്ന, ദൈവത്തിന്റെ വരവിന് വേണ്ടി ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് ഒരുക്കുന്നു, വചനപ്രകാരം ഒരുക്കുന്നു. ഹാലിലെ അവരുടെ വെളിയിലേക്ക്, അവരെ കുറിച്ചുള്ള ദൈവിക ശുശ്രൂഷകളിലേക്ക് ആത്മാവ് ചിലരെ തൊട്ടുണർത്തുന്നു. മറന്നുപോയ ദൈവിക ഉത്തരവാദിത്തങ്ങളെ മറന്ന് സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച് സ്വന്തം വിവേകത്തിൽ ഊന്നി ചലിക്കുന്ന ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് തൊടുന്നു. റിഖല പരിശുദ്ധാത്മാവിന്റെ വലിയ കരം ചലിക്കുന്നു കേട്ടോ. ആണിപ്പഴുതുള്ള കര ആരുടെയൊക്കെയോ ശിരസിന്റെ പൗലോസിനെ ഹാലേലൂയ വിളിച്ചതുപോലെ ആരെയൊക്കെയോ പരിശുദ്ധാത്മാവ് എന്ന് വിളിക്കുകയാണ്. റിഖാല സഭയെ മുടിച്ചുകൊണ്ട് അഭിഷിക്തന്മാർക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി ചലിക്കുന്ന കൂട്ടങ്ങളിലേക്ക് ഓ റഖല ബഷാന്തര ശൗലിനെ വിളിച്ചതുപോലുള്ള വിളി. ഓ കാദേശ് മരുവിനെ ഞെടുക്കുന്ന, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ദൈവത്തിന്റെ ശബ്ദം മുഴങ്ങി കേൾക്കുന്ന ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് തിരിക്കുന്നു. സഭയ്ക്ക് വിരോധമായി ചലിക്കുന്ന അന്ധകാര ശക്തികളുടെ മേൽ ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെട്ടു വരുന്നു. അഭിഷിക്തന്മാരെ തുടരുതെന്ന് ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ദൈവജനത്തിന് ചുറ്റും പരിശുദ്ധാത്മാവ് അയക്കുന്നു. ദൈവസഭയ്ക്ക് ചുറ്റും ദൈവത്തിന്റെ ആത്മാവ് വലിയ ഡിവൈൻ പ്രൊട്ടക്ഷനിലേക്ക് നയിക്കുന്നു. പരിശുദ്ധാത്മാവ് ആരെയൊക്കെയോ ഹാലേലൂയ മടക്കി വരുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവിക വിളിയുടെ ആഴങ്ങളിലേക്ക് ആത്മാവ് ആരെയൊക്കെയോ കൊണ്ടുവരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് അവരെ കുറിച്ചുള്ള പദ്ധതികളിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ആരുടെയൊക്കെ ഹൃദയത്തിന്റെ ദൃഷ്ടിയെ ദൈവത്തിന്റെ ആത്മാവ് പ്രകാശിപ്പിച്ചതിനായി നന്ദി കരേറ്റുന്ന കർത്താവെ, ആരുടെയൊക്കെ ഹൃദയങ്ങളിൽ വചനം കത്തിക്കൊണ്ടിരിക്കുന്നു, ആരുടെയൊക്കെ ഹൃദയങ്ങളിൽ കുറ്റബോധം ഉണ്ടാകുന്നു, ആരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഹാലേലൂയ വചനം കുത്തുകൊള്ളുന്നു, വചനത്തിന്റെ കുത്തുകൊള്ളുകയാണ്. ഹാലേലൂയ. ആർക്കൊക്കെയോ മാനസാന്തരം ഉണ്ടാകുകയാണ്. ആരൊക്കെയോ ഹാലേലൂയ പിമ്പിലുള്ളതിനെ മറന്നുകളയുന്നു. ആരുടെയൊക്കെയോ സ്പീഡ് വർദ്ധിക്കുന്നു. റിഖലവശാന്തര മുറുകെ പറ്റുന്ന പാപങ്ങളെ വിട്ടോടുന്ന മനസ്സ് ഹാലേലൂയ ആരുടെയൊക്കെയോ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊടുക്കുന്നു. ഒരു മാനസാന്തരം, വലിയൊരു കൂട്ടത്തിന് മാനസാന്തരം സംഭവിക്കുന്നു. യൗവന മോഹങ്ങളെ വിട്ടോടുവാൻ ചില തീരുമാനങ്ങൾ എടുക്കുന്നു. ദൈവിക പദ്ധതിക്ക് തടസ്സമായി നിൽക്കുന്ന യൗവന മോഹങ്ങളെ വിട്ട് അനേക യുവതലമുറകൾ മടങ്ങി വരികയാണ് യേശുവിന്റെ നാമത്തിൽ.
തങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയുടെ ആഴങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ തടസ്സം ചെയ്തു നിൽക്കുന്ന മേഖലകളെ അതിജീവിക്കുന്ന ഒരു അഭിഷേകം വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നു, വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നു. അത് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന അത്യന്ത ശക്തി അത്യന്ത ശക്തിയുടെ അളവറ്റ വലപ്പം തിരിച്ചറിയത്തക്കവണ്ണം ആരുടെയൊക്കെ ഹൃദയത്തിന്റെ ദൃഷ്ടി ഇന്ന് പകൽക്കാല ആത്മാവ് തുറക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ വലുതാണ്, അതിന്റെ ആഴം വലുതാണ്. ഹല്ലേലൂയ. ആത്മാവിൽ അതിലേക്കൊന്ന് ഇറങ്ങിയാലുണ്ടല്ലോ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്, നിങ്ങളുടെ ഹല്ലേലൂയ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത്, നിങ്ങളുടെ കണ്ണിന് കണ്ടിട്ടില്ലാത്തത്, ഹല്ലേലൂയ നിങ്ങളുടെ ചെവിയിൽ കേട്ടിട്ടില്ലാത്തത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. മടങ്ങി വരിക ദൈവിക പദ്ധതികളിലേക്ക്, ദൈവിക വഴികളിലേക്ക്. ഹല്ലേലൂയ മടങ്ങി വരിക. സ്വന്തം വിവേകത്തിലൂന്നി സ്വന്തം ബുദ്ധിയിൽ വെച്ചിരിക്കുന്ന പദ്ധതികളെ മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് ഒരു പുതിയ പദ്ധതി ഹല്ലേലൂയ നിങ്ങളുടെ കരങ്ങളിലേക്ക് തരികയാണ്. യോശുവയെ പോലെ കാലേബിനെ പോലെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരുന്നു. വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു തലമുറയെ ദൈവത്തിന്റെ ആത്മാവ് എഴുന്നേൽപ്പിക്കുന്നു. ദൈവത്തിന്റെ അത്ഭുതകരം ചലിക്കുന്നു ചലിക്കുന്നു ചലിക്കുന്നു. ദൈവ സാന്നിധ്യം ചലിക്കുന്നു. ആരുടെയൊക്കെ ഹൃദയങ്ങളെ തൊട്ടുണർത്തും, ആരുടെയൊക്കെ ജീവിതങ്ങളെ ഹല്ലേലൂയ തിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് യൂട്ടേൺ ചെയ്യുകയാണ്. വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് മടുത്തുപോയ ആരുടെയൊക്കെ ഹൃദയങ്ങളിൽ അസാധാരണമായ വിശ്വാസത്തെ ദൈവം കൊടുക്കുന്ന, ദീർഘക്ഷമ കൊടുക്കുന്ന ദൈവം വലിയതെന്തൊക്കെയോ ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എവിടെയൊക്കെയോ ആരുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതത്തിന്റെ വഴികളെ തുറക്കുകയാണ്, അത്ഭുതത്തിന്റെ വഴികളെ തുറക്കുകയാണ്. നിങ്ങളുടെ തീരുമാനത്തിന് മുന്നിൽ ദൈവത്തിന്റെ ആത്മാവ് എന്തൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി തുറക്കുകയാണ്. നാളുകളായി ഹല്ലേലൂയ പല ഭൗതിക വിഷയങ്ങളിലും ഭാരപ്പെട്ടിരിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ വിളിയുടെ ആശ ഹല്ലേലൂയ അതിന്റെ ആഴം എന്തെന്ന് തിരിച്ചറിഞ്ഞ് നീ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുകയാണെങ്കിൽ നിന്റെ എല്ലാ കാര്യങ്ങളിലും ദൈവം നീക്കുപോക്കുകളെ തരും കേട്ടോ. നീ ഇന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങളിലെല്ലാം ദൈവം ക്രമപ്പെടുത്തും. എല്ലാം യഥാസ്ഥാനത്താക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് പദ്ധതിയുണ്ട്. പക്ഷെ ദൈവത്തിന്റെ വിളി, നിന്റെ മേലുള്ള വിളിയുടെ ആഴം നീ തിരിച്ചറിയുവാൻ മനസ്സ് വെക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി ചെയ്തു. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല മനോഹര നിമിഷത്തിനായി അടിയങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, വീണ്ടും ഒരിക്കൽ കൂടി അപ്പാ അങ്ങയുടെ സന്നദ്ധിയിൽ ദൈവമേ അങ്ങയുടെ ആത്മാവ് വ്യക്തമായി ശക്തമായി ഞങ്ങൾ ഓരോരുത്തരോട് ഇടപെട്ടുകൊണ്ടിരുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, തങ്ങളുടെ വിളിയുടെ ആഴങ്ങളെ തിരിച്ചറിയുന്ന ഒരു സമൂഹത്തെ ദൈവമേ ഈ മീറ്റിങ്ങിലൂടെ പരിശുദ്ധാത്മാവ് ഒരുക്കിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന അനേകരുടെ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് തൊട്ടുണർത്തിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ദൈവത്തിന്റെ വലിയ കരം ചലിച്ചതിനായി നന്ദി കർത്താവേ. അപ്പാ യോശുവയെ പോലെ കാലേബിനെ പോലെ തങ്ങളുടെ വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കുന്ന ഒരു തലമുറയെ ദൈവമേ ഈ മീറ്റിങ്ങിലൂടെ അങ്ങ് വാർത്തെടുത്തതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. അവിടുന്ന് ചെയ്ത അത്ഭുതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന അങ്ങയുടെ വലിയ കരം ഇതിന്റെ മേൽ ചലിച്ചതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. അടിയങ്ങളെ ഓരോരുത്തരെയും ഒരു പ്രാവശ്യം കൂടി അവിടുത്തെ പുണ്യകരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി താഴ്ത്തുന്നു പിതാവേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണം. പ്രാർത്ഥിച്ചു കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ വളരെ വ്യക്തമായി ശക്തമായി പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. വരും ദിവസങ്ങളിൽ വലിയ റിസൾട്ടുകൾ കാണുവാൻ തക്കോണം ദൈവത്തിന്റെ കരം ഈ മീറ്റിംഗിൽ ചലിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന നിങ്ങൾ അനുഗ്രഹം പ്രാപിച്ചതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വേഗത്തിൽ ഹല്ലേലൂയ മെസ്സേജുകളെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം എന്ന ഹല്ലേലൂയ ഈ വലിയ പദ്ധതിയിലേക്ക് നിങ്ങൾക്കും ഞങ്ങളോടൊപ്പം പങ്കാളികളാകാം. ഒപ്പം നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകളെ താഴെ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പായിട്ടോ ഫോൺ കോളായിട്ടോ വോയിസ് മെസ്സേജ് ഒക്കെ ആയിട്ടോ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതാണ്. വീണ്ടും സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അവൻ്റെ തങ്കച്ചിറകളിൽ മറച്ചുകൊള്ളട്ടെ. വീണ്ടും കാണുവോളം ഗോഡ് ബ്ലെസ് യു.